ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പതിവ് പോലെ എൻ്റെ അവധി ദിവസം ശനിയാഴ്ച ആണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ശനിയാഴ്ച രാവിലെ പതിവ് പോലെ എണ്ണിച്ചു. എപ്പോഴും വിചാരിക്കും ശനിയാഴ്ച കുറേ 10 മണി വരെ 11 മണി വരെ കിടന്ന് ഉറങ്ങണമെന്ന്. പക്ഷേ ഒരിക്കലും അത് നടക്കാറില്ലെന്നതാണ് സത്യം. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാവിലെ എണ്ണിക്കും, അല്ലെങ്കിൽ തന്നെ ഉറക്കം അങ്ങ് രാവിലെ എണ്ണിക്കാറുണ്ട്. അപ്പം പതിവ് പോലെ ഈ ശനിയാഴ്ച ഒരു 7:30 ആയപ്പോഴത്തേന് ഞാൻ ഉണർന്നായിരുന്നു. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് രാവിലെ തന്നെ കുക്കിംഗ് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. അപ്പോൾ പുട്ട് തന്നെ ഉണ്ടാക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് പോയി പല്ലൊക്കെ തേച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എടുക്കണം തോന്നി. അപ്പോൾ ഇവിടെയാണ് ഞാൻ എടുത്തു തുടങ്ങുന്ന വിചാരിക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് എടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ നമ്മുടെ ഷോർട്ടിനകത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് വീഡിയോ എല്ലാവരും പോയി കാണണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ചൂട് ചായ, നമ്മുടെ മലയാളികളുടെ മെയിൻ ഐറ്റമാണല്ലോ ചായ. അപ്പം അത് തന്നെ രാവിലെ വേഗം ചായയും കൂടി ഇട്ടാൽ മതിയാണ്. പുട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും കൂടി ഇട്ട് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് പുട്ടെന്ന് പറയാൻ കാരണം, പുട്ട് നമ്മൾ സമാധാനപരമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കണം, ധൃതി പിടിച്ച് കഴിക്കാൻ പറ്റാത്തൊരു ഐറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അവധിയുള്ള ദിവസം സമാധാനമായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുട്ട് ഉണ്ടാക്കിയത് കേട്ടോ. പുട്ട് ഞാൻ കുറേ നാളായിട്ട് നമ്മുടെ യൂട്യൂബ് വഴിയൊക്കെ കണ്ടിട്ടുണ്ട്, ഈ പൊൻകതിറിൻ്റെ പുട്ടുപൊടി. അപ്പോൾ അതിങ്ങനെ കണ്ടിട്ട് എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആ പുട്ടൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന്. പക്ഷേ അത് ഇവിടെങ്ങും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ യാദൃശികമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ കണ്ടു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, കയ്യോടെ പൊക്കി സാധനം മേടിച്ച് ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഒരു മെനക്കേടും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ജസ്റ്റ് നമുക്ക് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് പുട്ടുപൊടി വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് കൂടി ഇട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പുട്ടുപൊടി റെഡിയാണ്. പിന്നെ അത് നമ്മൾ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി. അടിപൊളിയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ പുട്ടാണ്, കാരണം ഇന്നലത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഗ്രേവി ഒരു പീസും കൂടെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് തന്നെ സെൻറ്ററിലോട്ട് സെറ്റാക്കി വെച്ച് ഉണ്ടാക്കി. ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ബാലൻസ് തലേന്നത്തെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. അന്യായ രുചിയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതി വരത്തിൽ, നമ്മൾ ഇരുന്ന് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു. ഈ പുട്ട് കാണുമ്പോൾ തന്നെ നല്ല ചൂടോടെ ആ ചായയും കൂടെ കഴിച്ചാൽ ആഹാ സൂപ്പർ. ഇതിൻ്റെ കൂടെ പഴയ കടലക്കറിയോ ഗ്രീൻ പീസ് കറി ഒന്നിൻ്റെ ആവശ്യമില്ല, ഈ ഒരു സംഭവം മാത്രം മതി. അപ്പം പറ്റുന്നവർ പുട്ട് നോർമൽ പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കാൻ കേട്ടോ. ഈ ബ്രാൻഡിൻ്റെ പുട്ടുപൊടി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഏത് പുട്ടുപൊടിയാണോ അത് വെച്ച് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാത്രം കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം സംഭവം സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് പാത്രം വേഗം കാലിയായി നല്ല രാവിലെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എൻ്റെ പിന്നെ എനിക്ക് ഉച്ചക്കത്തേക്ക് ലഞ്ച് ഉണ്ടാക്കണമായിരുന്നു. അങ്ങനത്തെ കുറച്ച് പരിപാടീസും കാര്യങ്ങളും വീട്ടിലോട്ടൊക്കെ വിളിക്കാനും ഒക്കെ ഉണ്ടാകും. അപ്പം അതെല്ലാം വേഗം തീർത്തു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. രാവിലെ കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ ഊണും കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ഓർക്കുന്നത് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ. ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എന്തോ എടുത്തെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ കാര്യമായിട്ട് നമ്മൾക്ക് ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് എടുത്തില്ല. എൻ്റെ പ്ലേറ്റ് കണ്ടോ ക്ലീനായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ചോറുകൂടെ പിന്നെ കഴിക്കണം. അപ്പം തന്നെ അല്ല കേട്ടോ, ഇത് 1 മണി 2 മണി ആ സമയത്ത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേഗം റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ കപ്പോടൊക്കെ നടുക്ക് പറക്കാനുണ്ട്. അപ്പോൾ ആ വേഗം എടുത്ത് നിലത്തോട്ട് വെച്ച് തുണിയിൽ അങ്ങോട്ട് ഇട്ട് അതൊന്ന് സോട്ട് ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സാധനം എടുക്കാൻ പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ ഈവനിങ് സൺസെറ്റിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അതും പോയി. അത്രയൊക്കെ തന്നെ ഈ ആഴ്ച അങ്ങനെ പോയി. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് വരാം. അതുവരെ ബൈ.